ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PGBP പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് പ്രൊഫഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ്. നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. The following is the profit and loss account Vikas Traders. You are required to compute their income for the assessment year 2024-25, taking into account of the additional information given below as per normal provisions of the Act. ഇപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് 2024-2025 അസസ്മെന്റ് ഇയറിലെ വികാസ് ട്രേഡേഴ്സിന്റെ ഒരു ഒരു ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് അയാളുടെ വികാസ് ട്രേഡേഴ്സ് അക്കൗണ്ടും അവരുടെ നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പം പിന്നെ അഡീഷണൽ ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻഫർമേഷനും വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു PGBPയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഈ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി നമ്മൾ ഡിസലോഡ് ആയിട്ടുള്ള എക്സ്പെൻസ്, അതായത് ഡിസലോഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആവശ്യമല്ലാത്ത ബിസിനസ്സുമായി റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ തിരിച്ച് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രോഫിറ്റ് കുറയ്ക്കുന്ന ഐറ്റംസ് ആണ്. അങ്ങനെ പ്രോഫിറ്റ് കുറയ്ക്കുന്ന ഐറ്റംസ് ബിസിനസ്സുമായി ബന്ധമില്ലാത്തതാകുമ്പോൾ എന്ത് ചെയ്യണം, അതിനെ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യണം. അതാണ് അതിന്റെ തിയറി. ഓക്കെ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രോഫിറ്റ് കൂട്ടുന്ന ഐറ്റംസ് ആണ്. ആ പ്രോഫിറ്റ് കൂട്ടുന്ന ഐറ്റംസ്, അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ബിസിനസ്സുമായി ബന്ധമില്ലാത്തതാണ്, എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷനിൽ ബിസിനസ്സുമായി ബന്ധമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു തരികയാണ്, ബിസിനസ്സുമായി ബന്ധമുള്ള എന്തെങ്കിലും എക്സ്പെൻസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, അതിന് നമ്മൾ ലെസ് ചെയ്യാണ് വേണ്ടത്. ബിസിനസ്സുമായി ബന്ധമുള്ള എന്തെങ്കിലും ഒരു ഇൻകം എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്യണം. ബിസിനസ്സുമായി ബന്ധമില്ലാത്തൊരു ഇൻഫർമേഷൻ ആണ് അഡീഷണൽ ഇൻഫർമേഷൻ എങ്കിലോ പരിഗണിക്കുകയേ വേണ്ട. ഓക്കെ, അതുപോലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അകത്തുള്ള ഇൻഫർമേഷൻസ് ബിസിനസ്സുമായി ബന്ധമുള്ളതാണെങ്കിലോ അത് നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഡിപ്രിസിയേഷന്റെ കേസിൽ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അകത്തുള്ളതിനെ ആഡ് ചെയ്യണം. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഡിപ്രിസിയേഷനെ ലെസ് ചെയ്യുക. ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് ഒരു ബിസിനസ് ഇൻകവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയേണ്ട ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ബിസിനസ്സുമായി ബന്ധമുള്ള എക്സ്പെൻസുകൾ, ബന്ധമില്ലാത്തത് എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വെക്കുക. ഓക്കെ, സാലറി ആൻഡ് വേജസ് 30,000 രൂപയുണ്ട്. സാലറി ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനം എംപ്ലോയീസിന് സാലറി വേജും നൽകേണ്ടി വരും. സോ അത് ബിസിനസ്സിൽ എക്സ്പെൻസ് തന്നെയാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. പ്രൊപ്പറേറ്റർ സാലറി 20,000 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രൊപ്പറേറ്റർ, അതുപോലെ തന്നെ റിലേറ്റീവ്സിന്റെ അൺറീസണബിൾ പേയ്മെന്റ് പ്രൊപ്പറേറ്റീവ്സ് ആൻഡ് റിലേറ്റീവ്സ് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സോ അത് ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അത് പ്രൊപ്പറേറ്റർക്ക് നൽകുന്ന എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അഡ്വർടൈസ്മെന്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ആണ്. സോ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഫയർ ഇൻഷുറൻസ് പ്രീമിയം 3,000 അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ആണ്. അതും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഫയർ ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടി വരും. ജനറൽ എക്സ്പെൻസും അതും എടുക്കേണ്ട ആവശ്യമില്ല. ബാഡ് ഡെപ്റ്റും എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ബാഡ് ഡെപ്റ്റ് എടുക്കേണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ് റിസർവ്, അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ കാണുകയാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നല്ല, എല്ലാ തരത്തിലുള്ള പ്രൊവിഷൻസും എല്ലാ തരത്തിലുള്ള റിസർവും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ അല്ലാത്ത എല്ലാ തരത്തിലുള്ള റിസർവുകളും നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇവിടെ ബാഡ് ഡെപ്റ്റ് ആണ്, ബാഡ് ഡെപ്റ്റ് നമുക്ക് അനുവദനീയമാണ്. അതുകൊണ്ട് അതിനും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഡൊണേഷൻസ് നമുക്കറിയാം, ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ഡൊണേഷൻ നൽകിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ഡൊണേഷന്റെ ആവശ്യമൊന്നുമില്ല. സോ ഡൊണേഷൻ നമുക്ക് ഒരു ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡൊണേഷൻ ബിസിനസ് നൽകുന്നതിന് അവർക്ക് ATG നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ATG അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. പക്ഷേ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നിടത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അലോബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിനെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ പറഞ്ഞു, അക്കൗണ്ടിംഗ് റൂൾ അനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ടാക്സ് റൂൾ അനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. ഓക്കെ, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. സോ ഇൻകം ടാക്സ് പേഴ്സണൽ എക്സ്പെൻസ് ആകുമ്പോൾ അടുത്ത ഐറ്റം നോക്കി അഡ്വാൻസ് ഇൻകം ടാക്സ് എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും എന്താണ്, പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അതിനെയും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. കാർ എക്സ്പെൻസസ് നമുക്ക് ബിസിനസ്സിന് കാറുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് ഉണ്ടാവും.
സോ അതെന്ത് ചെയ്യാം, നമുക്ക് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി മേ ബി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ എന്താണ്, കാറ് നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാം. അങ്ങനെയെങ്കിൽ ആ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് ഉപയോഗിച്ച പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്നും ഒഴിവാക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ അതായത് ഈ 4000 ഒരു 2000 രൂപ നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ആ 2000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അതും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ നമ്മൾ വായിച്ച സാഹചര്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് ഇൻഫർമേഷൻ വായിക്കുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേഷൻ വരുത്താം. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എത്രയാണ്? 6000 ഉണ്ട് അല്ലെ. ബാഡ് ഡെപ്റ്റ് ഞാൻ പറഞ്ഞു 2000, അത് നമുക്ക് അലോവബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ്, പ്രൊവിഷനും റിസർവുകളും ഒക്കെ നമുക്ക് അങ്ങനെ അലോവബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം കമ്പനിക്ക് പ്രോഫിറ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ എന്ത് ചെയ്താൽ മതി? പ്രൊവിഷൻ പ്രത്യേകിച്ച് കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്ന ഒരു ഐറ്റം ആണോ? കമ്പനിയുടെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് ക്യാഷ് പുറത്തേക്ക് പോകുന്ന ഒരു ഐറ്റം അല്ല ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനിക്ക് വേണമെങ്കിൽ പ്രൊവിഷൻസ് ഒരുപാട് കൂട്ടി വെച്ചുകൊണ്ട് പ്രോഫിറ്റ് കുറയ്ക്കാലോ. ഓക്കെ. കമ്പനിക്ക് ഒരു പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻകം ടാക്സ് പർപ്പസിൽ അത്തരം പ്രൊവിഷൻസ് ഒന്നും അംഗീകരിക്കുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ്, അത് പിന്നെ റിസൾട്ട് ആണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലെ. അത് പിന്നെ അവിടെ നിൽക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ലെസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇനി ഇൻകം സൈഡ് നോക്കൂ, അതായത് ക്രെഡിറ്റ് സൈഡ് നോക്കൂ. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പരിഗണിക്കില്ല എന്ന് അറിയാമല്ലോ. കാരണം അതിന്റെ നെറ്റ് റിസൾട്ട് അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രോസ് പ്രോഫിറ്റ് അവിടെ നിൽക്കട്ടെ, അത് ആവശ്യമില്ല. ഇനി ഡിവിഡൻഡ്, ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഏത്, നമ്മുടെ ബിസിനസ് ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ ബിസിനസിന്റെ റെഗുലർ ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഇൻകം അല്ല. അതുകൊണ്ട് ബിസിനസ് ഇൻകം അല്ല ഇത്. അതുപോലെ തന്നെ ഏത് ഹെഡിൽ വരുന്ന ഇൻകം ആണ് ഇത്? എവിടെ വരുന്നതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിൽ വരുന്നതാണ് കേട്ടോ. ദെൻ ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 ഉണ്ട്. ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഒരു ഇൻകം ആയിട്ട് ആണ് നമുക്ക് കാണിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ അലോ ചെയ്തിട്ടുള്ള ഒരു ബാഡ് ഡെപ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ. നേരത്തെ നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി കളഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് എങ്കിൽ നമുക്ക് ഇവിടെ ഈ ബാഡ് റിക്കവേർഡ് നമുക്ക് അലോബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. ഓക്കെ. പക്ഷെ ബാഡ് റിക്കവേർഡ് നോട്ട് അലൗഡ് ആസ് ഏർലിയർ എന്നാണെങ്കിൽ, അലൗഡ് ആസ് ഏർലിയർ ആണെങ്കിൽ നമുക്ക് എന്താണ്, അത് ഇൻകം ആയിട്ട് പരിഗണിക്കാം. നോട്ട് അലൗഡ് ആസ് ഏർലിയർ ആണെങ്കിൽ അത് ഇൻകം ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടോ നമുക്ക് നോക്കണം. ഇപ്പൊ തൽക്കാലം എന്താണ്, അത് നമുക്ക് അലൗബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അത് എവിടെ വരേണ്ടതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന ഹെഡിൽ വരേണ്ടതാണ്. അത് ബിസിനസ് ഇൻകം അല്ല. അതുകൊണ്ട് നമുക്ക് അത് ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. കാരണം ഇൻകംസിന്റെ ഭാഗത്ത് എന്താണ്, ബിസിനസ്സുമായി ബന്ധമില്ലാത്ത ഒരു ഐറ്റം വരുന്ന സമയത്ത് ലെസ് ആണ് ചെയ്യുക. എക്സ്പെൻസിന്റെ ഭാഗത്ത് ബിസിനസ്സുമായി ബന്ധമില്ലാത്ത ഐറ്റം വരുമ്പോൾ എന്താ ചെയ്യുക? ആഡ് ആണ് ചെയ്യുക. ഓക്കെ. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ. കാർ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ് വരിക. സോ അതും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. സോ അതും ലെസ് ചെയ്യാം. ദെൻ അടുത്ത നമുക്ക് ഗിഫ്റ്റ് ഓൺ ദി ഒക്കേഷൻ ഓഫ് സൺസ് മാരേജ്. ഗിഫ്റ്റ്, മകന്റെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള ഗിഫ്റ്റ്, അതും നമുക്ക് ഇവിടെ വരുന്നതല്ല. നമുക്ക് എന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലെങ്കിൽ എന്താണ് അതർ സോഴ്സിന്റെ ഹെഡിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ബിസിനസ്സിന് ഭാഗമായി ബന്ധമുള്ള ഒരു ബന്ധമില്ല എന്ത് ഗിഫ്റ്റിനൊന്നും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇൻകം ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഇൻകം ആയിട്ട് പരിഗണിക്കാൻ പറ്റാത്ത ഐറ്റംസ് ആയതുകൊണ്ട് അതിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എല്ലാ ഇൻകം സൈഡിലുള്ള എല്ലാ ഐറ്റംസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ലെസ് ചെയ്യേണ്ടി വരുന്ന ഐറ്റംസ് ആണ്. ഒന്ന് മറ്റ് ഹെഡിൽ വരുന്ന ഐറ്റം ആയതുകൊണ്ട്, മറ്റൊന്ന് ബിസിനസ് ഇൻകം അല്ലാത്ത കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ട്, അതായത് ഡിസലോഡ് ഇൻകം ആയതുകൊണ്ടും അല്ലെങ്കിൽ അതർ ഹെഡിൽ വരുന്ന ഇൻകം ആയതുകൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇവിടെ പരിഗണിക്കാത്തത്. ഓക്കെ. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് പോവാം. അഡീഷണൽ ഇൻഫർമേഷൻ എന്താ പറയുന്നത്? ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് 5,000 പെയ്ഡ് ആസ് കോമ്പൻസേഷൻ ടു എൻ എംപ്ലോയി ഹു ഹാഡ് റിമൂവ് ഫ്രം ദി സർവീസ്. അപ്പം ജനറൽ എക്സ്പെൻസ് എന്ന ഐറ്റം നമ്മൾ ഇവിടെ ഇതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് കണ്ടു. അതിന് 14,000 രൂപയാണ് ജനറൽ എക്സ്പെൻസ് ഉള്ളത്. ആ 14,000-ൽ ഒരു 5,000 രൂപ എന്താണ്, 5,000 രൂപ ഒരു എംപ്ലോയിനെ എന്താണ്, അയാളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് നൽകിയിട്ടുള്ള കോമ്പൻസേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഈ എംപ്ലോയിനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്ന സമയത്ത് നിയമപരമായിട്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ നൽകേണ്ടി വരും. അല്ലാതെ ഒരു എംപ്ലോയിനെ നമുക്ക് തോന്നിയ പോലെ പിരിച്ചു വിടാനൊന്നും ഒരു കമ്പനിക്ക് സാധിക്കില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ നൽകിയിട്ടുള്ള കോമ്പൻസേഷൻ ഒരു അലോവബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ക്ലിയർ? അപ്പൊ അത് ക്വസ്റ്റ്യനകത്ത് ജനറൽ എക്സ്പെൻസിനകത്ത് 14,000 രൂപയുണ്ട്. 14,000-ൽ 5,000 രൂപ എന്താണ്,
അത് എന്താണ് അലോബിൾ ആണെന്ന് ഇപ്പൊ മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മൾ അത് അലോബിൾ അല്ല എന്ന് വിചാരിച്ച് അതിനെ ആഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താണ്? ഇത് വെറുതെ തന്നതാണ്. ശരിക്കും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ തന്നതാണ്. കാരണം അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് അലോബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണെങ്കിൽ പിന്നെ വീണ്ടും അതിനെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നമുക്ക് തന്നതാണ് എന്ത്? ഈ 14,000 രൂപയിൽ 5,000 രൂപ എന്താണ്? ഒരു എംപ്ലോയിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള കോമ്പൻസേഷൻ ആണ്. ആ കോമ്പൻസേഷൻ ശരിക്കും ബിസിനസിന്റെ എക്സ്പെൻസ് തന്നെയാണ്. സോ അത് അലോവബിൾ ആണ്. ഇനി അടുത്ത് നോക്കൂ. 6,600 hours കോൺട്രിബ്യൂഷൻ പെയ്ഡ് ടു ഗവൺമെന്റ് ഫോർ ലേയിങ് ഇലക്ട്രിക് കേബിൾ ഫോർ ദി കമ്പനീസ് പ്ലാന്റ്. അപ്പൊ കമ്പനീസ് പ്ലാന്റിലേക്ക് ഇലക്ട്രിസിറ്റി വലിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള രൂപയാണ് 6,600 രൂപ. അതും 14,000 പെട്ട ഒരു എമൗണ്ട് ആണ് പറയുന്നത്. ആ 6,600 സ്വാഭാവികമായിട്ടും എന്താണ്? കമ്പനിക്കകത്ത് ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളതാണ്. അത് കമ്പനിയുടെ ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത് ബിസിനസിന്റെ എക്സ്പെൻസ് തന്നെയാണ്. സോ ആ 6,600നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചുരുക്കം പറഞ്ഞാൽ ഒന്നാമത്തെ അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്ന 2 എമൗണ്ടും എന്താണ്? നമുക്ക് അലോവബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പം 14,000ത്തിൽ അലോവബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് ആ 5,000വും 6,600ഉം ഇൻക്ലൂഡ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മളെന്താണ് ജനറൽ എക്സ്പെൻസ് അലോവബിൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആവശ്യം അതിനില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരുന്ന സമയത്ത് നമുക്ക് തോന്നും വെറുതെ ഇത് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ അഡീഷണൽ ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എക്സ്ട്രാ തന്നതല്ലേ. അതുകൊണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ച് നമ്മൾ അതിന് എന്താണ് ചിലപ്പോൾ ആഡ് ചെയ്യും. കാരണം അല്ലാതെ വെറുതെ ഒരു ഇത് തരില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. നിയമം അനുസരിച്ച് നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ. അവര് ചിലപ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി വെറുതെ തരും. കാര്യമായിട്ടൊക്കെ തരും. അപ്പൊ നമ്മളിത് വെറുതെ തന്നതാണെങ്കിൽ വെറുതെ തന്നത്. ഓക്കെ. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നമ്മള് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അത് ബിസിനസിന്റെ എക്സ്പെൻസ് അല്ല എങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ആഡ് ബാക്ക് ചെയ്താൽ മതി. ഓക്കെ. ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ട് അതിനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ എടുക്കാൻ നിൽക്കരുത്. ഓക്കെ. ക്ലിയർ? Then depreciation as regards the relevant block of asset under the Act 7,000. അപ്പൊ നമ്മള് ഇതിനകത്ത് കണ്ടതാണ് ഡിപ്രീസിയേഷൻ എത്രയുണ്ട്? ഡിപ്രീസിയേഷൻ 10,000 ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത്. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് വരുന്ന ഡിപ്രീസിയേഷൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതിനെ ആഡ് ബാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടെത്തി അതിനെ ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടെത്താനുള്ള പണിയൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യനകത്ത് അഡീഷണൽ ഇൻഫർമേഷനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഡിപ്രീസിയേഷൻ 7,000 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 10,000 ആഡ് ചെയ്യുന്നു. 7,000ത്തിന് ലെസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ ഡിഫറൻസിന് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് എളുപ്പം നിങ്ങൾക്ക് തെറ്റിക്കാതിരിക്കാൻ നല്ലത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തുള്ളതിനെ ആഡ് ചെയ്തോളൂ. അഡീഷണൽ ഇൻഫർമേഷനകത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തോളൂ. അപ്പൊ പിന്നെ തെറ്റില്ല. ഓക്കെ. അടുത്തത് കാർ എക്സ്പെൻസ് ഇൻക്ലൂഡ് 1,000 മെൻ ഫോർ പേഴ്സണൽ യൂസ്. അപ്പൊ കാർ എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. പൊതുവെ ഈ കാർ എക്സ്പെൻസ് ഉള്ള ഐറ്റം അങ്ങനെ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. അതായത് എന്താണ് പേഴ്സണൽ എക്സ്പെൻസും വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ കാർ എക്സ്പെൻസിൽ 4,000 ഉണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനകത്ത്. ആ 4,000ത്തിൽ 1,000 രൂപ എന്താണ് വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് ആ 1,000ത്തിന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. നാലാമത്തെ നോക്കൂ. ബാഡ് റിക്കവർഡ് നൗ ഹാഡ് നോട്ട് അലൗഡ് ഏർലിയർ. നമുക്ക് ഇപ്പോ ബാഡ് റിക്കവർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മള് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഐറ്റം കണ്ടു. എത്രയാണ് എമൗണ്ട് ഉണ്ടായിരുന്നത്? ബാഡ് റിക്കവർഡ് ഒരു 10,000 രൂപയുണ്ട്. പക്ഷെ നോട്ട് അലൗഡ് ഏർലിയർ ആണ്. നോട്ട് അലൗഡ് ഏർലിയർ ആണ്. അത് നേരത്തെ അലോ ചെയ്യാത്ത ഒരു എമൗണ്ട് ആണ്. ഓക്കെ. അലൗഡ് ആസ് ഏർലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഒരു ബിസിനസിന്റെ ഇൻകം ആയിട്ട് പരിഗണിക്കാമായിരുന്നു. നോട്ട് അലൗഡ് ഏർലിയർ ആയതുകൊണ്ട് അത് ബിസിനസിന്റെ ഇൻകം ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ. ഇത്രയാണ് ബാഡ് റിക്കവർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ളത്. ക്ലിയർ? ഇനി ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് തുടങ്ങാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുക്കാം. നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 1,00,000
4600 അല്ലെ? 1,04,600 നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. ദെൻ അതിനോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസലവബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളെ ആഡ് ചെയ്യുന്നത്. അതുപോലെ ഡിസലവബിൾ ആയിട്ടുള്ള ഇൻകത്തിനെ ലെസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതർ ഹെഡിൽ വരുന്ന ഇൻകത്തിനെ ലെസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആഡ് എന്ത് ചെയ്താം? എക്സ്പെൻസസ് ഡിസ്അലൗഡ്. ആഡ് എക്സ്പെൻസസ് ഡിസ്അലൗഡ്. ഡിസ്അലൗഡ് എക്സ്പെൻസസ് എന്തൊക്കെയുള്ളത് നമുക്ക് ഇനി ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസലൗഡ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അല്ലേ? ഏതാണ്? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പ്രൊപ്പറേറ്റർ സാലറി ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസലൗഡ് ആണ്. അപ്പോൾ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പ്ലസ് സൈൻ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് അത് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ പ്രൊപ്പറേറ്റർ സാലറി ഡിസലൗഡ് ആണ്, പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസലൗഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി പോവാം, ഓരോന്നോരോന്ന് എഴുതി പോവാം. ആദ്യം പ്രൊപ്പറേറ്റർ സാലറി അല്ലേ? പ്രൊപ്പറേറ്റർ സാലറി ഞാൻ ചുരുക്കി എഴുതുന്നുള്ളൂ. പ്രൊപ്പറേറ്റർ സാലറി. പ്രൊപ്പറേറ്റർ സാലറിന്റെ എത്ര? പ്രൊപ്പറേറ്റർ സാലറി വരുന്നത് 20,000 ആണ് അല്ലെ? 20,000. ദെൻ അടുത്ത എന്താണ്? അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6,000 ആണ്. ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6,000 ആണ് വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. നോക്കി, അഡ്വർടൈസ്മെന്റ് അലൗബിൾ ആണ്, ട്രീറ്റ്മെന്റ് ഇല്ല. ഫയർ ഇൻഷുറൻസ് പ്രീമിയം അലൗബിൾ ആണ്, ട്രീറ്റ്മെന്റ് ഇല്ല. ജനറൽ എക്സ്പെൻസ് അലൗബിൾ ആണ്. അഡീഷണൽ ഇൻഫർമേഷനും അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതും അലൗബിൾ ആണ്. സോ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും വരുന്നില്ല. ബാഡ് ഡെപ്റ്റ് അലൗബിൾ ആണ്, ട്രീറ്റ്മെന്റ് ഇല്ല. ഡൊണേഷൻ അലൗബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് അല്ല. സോ അതിനെ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി ഡൊണേഷൻ എഴുതാം. ഓക്കെ, ഡൊണേഷൻസ് എത്ര വരുന്നത്? ഡൊണേഷൻസ് ക്വസ്റ്റ്യൻ പ്രകാരം വരുന്നത് 5,000 രൂപയാണ് ഡൊണേഷൻസ് വരുന്നത് അല്ലേ? യെസ്. പിന്നെ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെന്താ? ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലെ? ഡിപ്രീസിയേഷൻ നമ്മൾ എന്താണ്? പ്രോഫിറ്റ് ലോസ് ഒക്കെ അകത്തുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് ഡിപ്രീസിയേഷൻ നമുക്ക് ലെസ് ചെയ്യാം. ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ കോസ്റ്റിൽ തന്നിട്ടുള്ള എത്രയാണ്? 10,000 ആണ് ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ളത്. 10,000 എടുക്കുന്നു. പിന്നെ വരുന്നത് ഡിപ്രീസിയേഷന് ശേഷം ഇൻകം ടാക്സ് ഉണ്ട്, അഡ്വാൻസ് ഇൻകം ടാക്സ് ഉണ്ട്. ഇത് രണ്ടും നോട്ട് അലൗബിൾ ആണ്, ഡിസലൗബിൾ ആണ്. സോ അതിനെ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ടാക്സും അഡ്വാൻസ് ഇൻകം ടാക്സും രണ്ടും എടുക്കാം. അപ്പം ആദ്യം ഇൻകം ടാക്സ് എഴുതാം. ഇൻകം ടാക്സ് എത്രയാണ് വരുന്നത്? ഇൻകം ടാക്സ് വരുന്നത് 8,000. ദെൻ അഡ്വാൻസ് ഇൻകം ടാക്സ് വരുന്നത് എത്രയാണ്? 4,000. ഇൻകം ടാക്സ് 8,000, അഡ്വാൻസ് ഇൻകം ടാക്സ് വരുന്നത് എത്രയാണ്? 4,000 അല്ലേ? 4,000. യെസ്. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പിന്നെ കാർ എക്സ്പെൻസ് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ കാർ എക്സ്പെൻസ് വായിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എന്താണ് മൂന്നാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കൂ. കാർ എക്സ്പെൻസ് ഇൻക്ലൂഡ് 1,000 മെൻ ഫോർ പേഴ്സണൽ യൂസ്. അപ്പൊ കാർ എക്സ്പെൻസിൽ ഒരു 1,000 രൂപ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ അത് എഴുതുക. കാർ എക്സ്പെൻസ് 1,000. ഓക്കെ, കാർ എക്സ്പെൻസിൽ ഒരു 1,000 നമുക്ക് ആഡ് ബാക്ക് ചെയ്യാനുണ്ട്. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ് അടുത്ത് വരുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 6,000. നമുക്കറിയാം എല്ലാ പ്രൊവിഷൻസും റിസർവ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം അല്ലെ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമുക്ക് അലൗബിൾ ആണ്, പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ അതുപോലെ ബാഡ് ഡെപ്റ്റ് റിസർവുകൾ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നല്ല, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അങ്ങനെ എന്ത് പ്രൊവിഷൻസ് ആയാലും നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എത്രയാണ്? 6,000 അല്ലേ വരുന്നത്? 6,000. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യേണ്ട മൊത്തം എമൗണ്ട്സ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് ഔട്ടർ കോളത്തേക്ക് എഴുതാം. അപ്പൊ ടോട്ടൽ ഒന്ന് എടുത്തോളൂ. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വരുന്നത് 53,000 ആണ് വരുന്നത്. നമുക്ക് നോക്കാം, ടോട്ടൽ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് 53 അല്ല അല്ലെ, 60,000 വരും. നോക്കാം നമുക്ക്. 20,000 20,000
പ്ലസ് 6000 പ്ലസ് പിന്നെ എത്രയാ 5000 പ്ലസ് 10000. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കൂട്ടി നോക്കൂ, നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്തോളൂ. 10000 പ്ലസ്, ഞാൻ ചെയ്തതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാൽക്കുലേഷൻ അല്ലേ, അപ്പോൾ നിങ്ങൾ കൂടെ ചെയ്യുക. 10000 പ്ലസ് 8000 പ്ലസ് 4000 പ്ലസ് 4000 പ്ലസ് 4000 കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. 4000 പ്ലസ് 1000 പ്ലസ് 6000. അപ്പോൾ വരുന്നത് 60000 രൂപയാണ് വരുന്നത് അല്ലേ. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 60000 രൂപയാണ് വരുന്നത്. നിങ്ങൾക്കും അത് തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. 60000. ഓക്കെ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ 60000 നമുക്ക് ആഡ് ചെയ്യണോ വേണ്ടത്, ലെസ് ചെയ്യണോ വേണ്ടത്? ഈ 60000 നമുക്ക് ലെസ് ചെയ്യാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ആഡ് ചെയ്യാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ 1,04,600 കൂടി 60000 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1,64,600 വരും. 1,04,600 വരും അല്ലേ. 1,04,600 വരും. ഇതിൽ നിന്നും ഇനി എന്ത് ചെയ്യണം? ഡിസലോ ചെയ്യുന്ന ഇൻകംസ് അല്ലേ, എന്ത് ചെയ്യണം, നമ്മൾ ലെസ് ചെയ്യണം. സോ ലെസ് ഡിസ് അലൗഡ് ഇൻകംസ് ആൻഡ് അലൗഡ് എക്സ്പെൻസ്. ഡിസലൗഡ് ഇൻകംസും അലൗഡ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത്, അലൗഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അകത്തുള്ള അലൗഡ് അല്ല കേട്ടോ. അഡീഷണൽ ഇൻഫർമേഷനിൽ അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസലൗഡ് ഉള്ള ഇൻകംസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പോവാം. നമുക്ക് എല്ലാ ഇൻകംസും ഇതിനകത്ത് വന്നിട്ട് എല്ലാം ഡിസലൗഡ് ആയിട്ട് വരുന്നതാണ് അല്ലേ. ഡിവിഡൻഡ് ആയാലും, ബാഡ് റിക്കവർഡ് ആയാലും, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ആയാലും, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ ആയാലും, ഗിഫ്റ്റ് ആയാലും എല്ലാം. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങോട്ട് എഴുതാം. അപ്പം ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നതനുസരിച്ചിട്ട് അതേ ഓർഡറിലാണ് നമുക്ക് എഴുതി പോവുകയാണെങ്കിൽ ഏതാ ഉള്ളത്? ഏറ്റവും ആദ്യം ഡിവിഡൻഡ് ആണ്. ഓക്കെ, ഡിവിഡൻഡ് നമ്മൾ എന്താണ് ഡിസർവ് ചെയ്യാനുള്ള കാരണം, അത് ഇൻകം ഫ്രം അതർ സോഴ്സിലുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ IOS എന്നുള്ള അതർ സോഴ്സിന് ചുരുക്കി എഴുതാൻ കേട്ടോ. ഇൻകം ഫ്രം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരേണ്ടതാണ് ആ ഡിവിഡൻഡ്. ചുരുക്കി IOS എന്നിട്ടു ഇൻകം ഫ്രം അതർ സോഴ്സ്. എത്രയാണത് ഡിവിഡൻഡ് വരുന്നത്? ക്വസ്റ്റ്യനിലെ ഡിവിഡൻഡ് 7000. ഓക്കെ, നമുക്ക് മൈനസ് ചെയ്യാനുള്ള ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിനകത്ത് എഴുതാം 7000. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നത് കൊണ്ട് അങ്ങനെ ബ്രാക്കറ്റ് വേണമെന്നില്ല. ഓക്കെ, ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് മൈനസ് ചെയ്തിട്ട് എഴുതാം മതി 7000. പിന്നെ അടുത്ത എന്താണുള്ളത്? അടുത്തത് ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഉണ്ട്. ബാഡ് ഡെറ്റ് റിക്കവേർഡിന്റെ കേസ് ഞാൻ പറഞ്ഞു. ബാഡ് ഡെറ്റ് റിക്കവേർഡ് അലൗഡ് ആസ് ഏർലിയർ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അലൗബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണത്. ഓക്കെ, ബാഡ് ഡെറ്റ് റിക്കവേർഡ് അലൗഡ് ആസ് ഏർലിയർ ആണെങ്കിൽ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോട്ട് അലൗഡ് എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ലെസ് ചെയ്യണം. ഓക്കെ, ഇവിടെ റിക്കവേർഡ് വരുന്നത് 10,000 ആണ്. ഇവിടെ റിക്കവർ 10,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്താണ്? അതും നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിൽ വരുന്നതാണ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. അപ്പൊ മറ്റു ഹെഡിൽ വരുന്ന ഐറ്റം ആയതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ കാണിക്കാം. എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് വരുന്നത്? 7000 ആണ് അല്ലെ. 7,000 ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 7,000. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ ഉണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ ഉണ്ട്. എത്രയാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ വരുന്നത്? 30,000 ആണ്. 30,000 ആണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ. 30,000. ഓക്കെ, അത് ഏത് ഹെഡിൽ വരുന്നതാണ്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ. അത് നമ്മൾ ബിസിനസിന്റെ ഹെഡ് വരുന്നില്ല. അത് നമുക്ക് വരിക ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ് അത് വരുന്നത്. ഓക്കെ, പിന്നെ ഗിഫ്റ്റ് അല്ലെ. ഗിഫ്റ്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്നു. എത്രയാണ്? 10,000. ക്ലിയർ? ഇത്രയാണ് നമുക്ക് ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ഉള്ളത്.
ഇനി അലോവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്? അഡീഷണൽ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട്. എന്താണ്? ഡിപ്രീസിയേഷൻ ഉണ്ട്. അത് 7,000 രൂപ. അതായത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് വരുന്ന ഡിപ്രീസിയേഷൻ 7,000 എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം? ഇവിടെ ലെസ് ചെയ്യാം. ഓക്കെ. ഇത് അങ്ങനെ അത് നമ്മള് അലോവബിൾ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് വേറെ കാണിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എല്ലാം ലെസ് തന്നെയാണ്. അതുകൊണ്ട് ഇത് അലോവബിൾ എക്സ്പെൻസ് ഉണ്ട്. മറ്റെന്താണ്? ഡിസലോവഡ് ഇൻകം ആയതുകൊണ്ടാണ് അതിനെ ലെസ് ചെയ്തത്. ഇത് അലോവഡ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ എന്താണ്? ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് അല്ലെ, ഐ.ടി. ആക്ട്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ എത്രയാണത്? അത് 7,000 ആണ്. 7,000. ക്ലിയർ? ഇനി നമുക്ക് അത് ടോട്ടൽ ചെയ്തിട്ട് ഇതിൽ ഔട്ടർ കോളത്തേക്ക് എഴുതാം. ഔട്ടർ കോളത്തേക്ക് എഴുതുന്ന സമയത്ത് നോക്കുക എത്ര വരുന്ന ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കി. 7,000 പ്ലസ് ബ്രാക്കറ്റിനകത്തിട്ട് ഇത് മൈനസ് അല്ല വേണ്ടത്. അപ്പോൾ 7,000 പ്ലസ് 10,000 പ്ലസ് 7,000 പ്ലസ് 30,000 പ്ലസ് 10,000 പ്ലസ് 7,000. ഓക്കെ. നമുക്കൊന്ന് നോക്കാം എത്ര ആൻസർ വരുന്നുള്ളത്. ആൻസർ വരുന്നത് 71,000 ആണ് വരുന്നത്. 71,000. ഓക്കെ. 71,000 ആണ് വരുന്നത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ബാഡ് റിക്കവേർഡ് നമ്മൾ ഒന്നുകൂടി എമൗണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഡിവിഡൻഡ് 7,000 വരുന്നു. ഡിവിഡൻഡിൽ 7,000 വരുന്നു. യെസ്, കറക്റ്റ്. ദെൻ ബാഡ് റിക്കവേർഡിൽ 10,000 വരുന്നു അല്ലേ? അല്ല, അടുത്തത് 10,000 വരുന്നു. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൽ എത്ര വരുന്നു? 7,000 വരുന്നു. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ 30,000 വരുന്നു. പിന്നെന്താ വരുന്നത്? ഗിഫ്റ്റിൽ 10,000 വരുന്നു അല്ലേ? എല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് 71,000 ആണ് ഇവിടെ വരുന്നത്. 71,000. ഓക്കെ അല്ലേ? ഒന്നുകൂടി കൂട്ടി നോക്കണം. കൂട്ടി നോക്കാം നമുക്ക് അല്ലേ? നോക്കട്ടെ. ജസ്റ്റ് ഒരു ക്രോസ് ചെക്ക്. നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയലിൽ വേറൊരു ആൻസറാണ് വന്നത്. അതുകൊണ്ടാണ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇനി ആ മെറ്റീരിയലിൽ തെറ്റാണോ എന്ന് അറിയണമല്ലോ. $71,000 എന്നോട് ആൻസർ വന്നത്. ഓക്കെ, തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. ഏതെങ്കിലും എമൗണ്ട് എടുത്തതിൽ എന്തെങ്കിലും ഫിഗറിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഏതായാലും നമുക്ക് ആൻസർ ചെയ്ത് നോക്കുന്നു. നമ്മൾ ഇത് മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ മൈനസ് ചെയ്ത് വെക്കുക. 1,64,600 നിന്നും 64,600 മൈനസ് 71,000 ഇപ്പൊ വരുന്നത് നമുക്ക് ആൻസർ വരുന്നത് 93,600 ആണ് വരുന്നത്. 93,600. ഓക്കെ. അപ്പോൾ ഇൻകം ഇത് നമുക്ക് പോസിറ്റീവ് ആൻസർ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയാം അല്ലെ? ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ് വരുന്നത് 93,600 ആണ്. ക്ലിയർ? അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഈ പ്രോബ്ലം ചെയ്യാൻ. പ്രത്യേകിച്ച് എന്താണ് കൂടുതലായിട്ട് കാണാതെ പഠിക്കാനൊന്നും ഇല്ല. ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഈ ഒരു ഹെഡിലുള്ള പ്രോബ്ലംസ് എല്ലാം. ഓക്കെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി വീഡിയോ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യുക തുടങ്ങുക. ഓക്കെ. അപ്പം ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്. നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യുക.
എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.